നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല കോൺഫിഡൻറ്റോട് കൂടി എക്സാം എഴുതാൻ പോയാലും ചിലപ്പോൾ റിസൾട്ട് വരുമ്പോൾ അതുപോലെ എക്സാം പേപ്പർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് നല്ല മാർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ബാഡ് ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ്. ബാഡ് ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ മേജർ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാൺ അണ്ടർസ്റ്റാൻഡ്, വായിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതിയതെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വരിക. അതുപോലെ സ്ലോ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പതുക്കെ എഴുതുക. അപ്പോൾ അത് നമുക്ക് ടൈം മാനേജ്മെൻറ്റിന് വളരെയധികം പ്രോബ്ലം ഉള്ള ഒന്നാണ്. പിന്നെ അതുപോലെ ഫസ്റ്റ് ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും, എന്നാൽ അത് അവസാനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മിഡിലെത്തുമ്പോൾ ബാഡ് ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് മാറും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാഡ് ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ മെയിൻ പ്രോബ്ലം. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് എങ്ങനെ ഒരു സൊല്യൂഷൻ കൊടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു 5 ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ബെറ്റർ ആക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പെന്ന് അല്ലെങ്കിൽ പെൻസിൽ. നമ്മൾ എന്തുകൊണ്ടാണോ എഴുതുന്നത് ആ ഒരു മെറ്റീരിയൽ. അപ്പോൾ ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് നൈസായിട്ട് തോന്നുന്ന പെന്ന് തന്നെ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ എഴുതാനായിട്ട് പറ്റുള്ളൂ. സോ നിങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെന്ന് തന്നെ സെലക്ട് ചെയ്യുക. ആ പെന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ എ ഗുഡ് പോസ്ചർ. നമ്മൾ എഴുതുമ്പോഴായാലും വായിക്കുമ്പോഴായാലും ഭക്ഷണം കഴിക്കുമ്പോഴായാലും നല്ല ഒരു പോസ്ചറിൽ വേണം ഇരിക്കാനായിട്ട്. ഇപ്പം നിങ്ങൾ എഴുതുന്ന സമയത്ത് ഗുഡ് പോസ്ചറിൽ ഇരുന്നിട്ടില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ബാക്ക് പെയിൻ വരികയും നെക്ക് പെയിൻ ഉണ്ടാവാനുള്ള ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് കൂടുതൽ ടൈം കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റാതെ വരും. സോ നിങ്ങൾ എപ്പോഴും എഴുതുന്ന സമയത്ത് റിലാക്സ്ഡ് ആയിട്ട് ഗുഡ് പോസ്ചറിൽ വേണം എഴുതാനായിട്ട്. തേർഡ് പോയിന്റ്, ഡോണ്ട് ഗിവ് പ്രഷർ. നമ്മൾ ഗുഡ് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരിക്കലും എഴുതുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പ്രഷർ കൊടുക്കാണ്ടിരിക്കുക. നല്ല റിലാക്സ്ഡ് ആയിട്ട് എഴുതുമ്പോഴായിരിക്കും നല്ല നീറ്റായിട്ട് നമുക്കത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നിങ്ങൾ ഒരിക്കലും എഴുതുന്ന സമയത്ത് പെന്നിന് ഇതുപോലുള്ള പ്രഷർ കൊടുക്കാണ്ടിരിക്കുക. നമ്മളെ കൈ വേദനിക്കുകയും നമ്മുടെ കോൺസെൻട്രേഷനൊക്കെ കുറയും ഒക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ പ്രഷറിൽ എഴുതാണ്ട് റിലാക്സ്ഡ് ആയിട്ട് എഴുതാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നമ്മൾ പ്രഷറിൽ എഴുതി കഴിഞ്ഞാൽ അത് നമ്മുടെ നെക്സ്റ്റ് പേജിലേക്ക് അതിൻ്റെ എഴുത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രഷർ നിങ്ങൾ ഒഴിവാക്കി റിലാക്സ്ഡ് ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫോർത്ത് വൺ, ഐഡൻറ്റിഫൈ ദ സ്പേസ് ബിറ്റ്വീൻ യുവർ വേർഡ്സ് ആൻഡ് ദ ലെറ്റേഴ്സ്. എപ്പോഴും നമ്മൾ വേർഡ്സുകളോ അല്ലെങ്കിൽ ലെറ്റേഴ്സൊക്കെ എഴുതുന്ന സമയത്ത് അത് തമ്മിലുള്ള സ്പേസ് എങ്ങനെയാണ്, നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. എല്ലാം തന്നെ ഒരുപോലെയല്ലേ എഴുതി പോകുന്നത് എന്നൊക്കെ മാക്സിമം ചെക്ക് ചെയ്ത് എഴുതുക. ചില സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും ചില വേർഡ്സുകൾ തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് മുകളിലായിരിക്കും ഒന്ന് താഴെയായിരിക്കും. ആ ലൈനിനോട് ജോയിൻ ചെയ്ത് എഴുതിയിട്ടില്ല എങ്കിൽ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ബാഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പം നിങ്ങൾ അതെല്ലാം തന്നെ മെഷർ ചെയ്ത് പോകാനായിട്ട് നോക്കുക. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പം നിങ്ങൾ പാരഗ്രാഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതാണ് നാലാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ടിപ്പ് നമ്പർ 5, പ്രാക്ടീസ്. ഏതൊരു കാര്യവും നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഒരുപാട് തവണ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇമ്പ്രൂവ് ആകാനായിട്ട് പറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എസ്സേസ്, പാരഗ്രാഫ്സ് ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങളും നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഉള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് കുറച്ചുകൂടെ സ്ട്രെസ്സ് കൊടുത്തിട്ട് നിങ്ങൾ അതിൽ ഇമ്പ്രൂവ് ആകാനായിട്ട് നോക്കുക. സോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ബാഡ് ആണെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഹാവ് എ നൈസ് ഡേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.